ഇവിടെ വരുന്ന ഓഡിയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആഡുകളാണിത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഈ ആഡ് വരുന്നുണ്ട്. ഓരോ ആഡുകൾ താഴത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം ഒരു സൈഡിൽ മാത്രമല്ല അതിന്റെ ആഡ് മാറി മാറി വരുന്ന കാണാം. ഇപ്പൊ അഡോബിന്റെ ആഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ ആഡ്സെപ്സിന്റെ ആഡ് ഉണ്ട്. അപ്പൊ ഓരോ സെക്ഷൻ നമുക്ക് ഇങ്ങനെ ലൈക്ക് ഒരു സെക്ഷനിലേക്കാണ് ആഡ് വരുന്നത്. അത് നമുക്ക് ഡിസൈഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ വെബ്സൈറ്റിലേക്ക്, അതിപ്പോ സെർച്ച് എഞ്ചിൻ ജേർണൽ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ഇതുപോലെ ഡിസ്പ്ലേ ആഡുകൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈക്ക് ഒരു ടൂൾ വെച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഓൺ ആക്കി കൊടുക്കേണ്ടതുണ്ട്, ആക്റ്റീവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഗൂഗിൾ ആഡ്സെൻസ് നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്വർടൈസേഴ്സിന്റെ ഡിസ്പ്ലേ ആഡുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ടാവുള്ളൂ. നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ അലോ ചെയ്ത് കൊടുത്താൽ, ആഡ്സെൻസ് യൂസ് ചെയ്തിട്ട് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്തേക്ക് ഈ ആഡുകളൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ വെബ്സൈറ്റിൽ ഈ ആഡ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ഇങ്ങോട്ട് പൈസ തരുന്നുണ്ടാവും. അഡ്വർടൈസേഴ്സിന്റെ ആഡ് നമ്മുടെ വെബ്സൈറ്റിൽ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഗൂഗിൾ പൈസ തരുന്നുണ്ടാവും. അപ്പം ലൈക്ക് അതൊരു ക്ലിക്കിനാവാം, ചിലപ്പോൾ ഇംപ്രഷൻ ആവാം, പൈസ നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ നമ്മളെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഇതുപോലെ ആഡുകൾ അലോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഈ സെർച്ച് എഞ്ചിൻ ജേർണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഹൈ ട്രാഫിക് ഉള്ള വെബ്സൈറ്റ് ആയതുകൊണ്ടും ഇതിൽ കയറാൻ സാധ്യതയുള്ള ഓഡിയൻസ്, നമ്മളിപ്പം ഈ ഒരു ആഡ്സെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളൊക്കെ വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസ് ആയതുകൊണ്ട്, കാരണം ഇപ്പൊ ഗോഡാഡിയുടെ ആഡ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു SEO റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ജേർണൽ ആയതുകൊണ്ട് തന്നെ ഗൂഗിളിന് അറിയാം ഇതിന്റെ അകത്ത് വരുന്ന ഓഡിയൻസ് ആരാണ് എന്നുള്ളതും അവരുടെ പാസ്റ്റ് ആയിട്ടുള്ള സെർച്ചും അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസും അവരുടെ കോൺവെർസേഷൻസും ഒക്കെ ഗൂഗിൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ അഡ്വർടൈസേഴ്സ് ആഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, ലൈക്ക് ആ രീതിയിലായിരിക്കും ആഡ് വരുന്നുണ്ടാവുക. നമ്മൾ ഇപ്പൊ ഞാൻ ഇതിനകത്ത് കയറിയപ്പം ഞാൻ ഒരു SEOന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് കയറുന്ന സമയത്ത് എന്തുണ്ട്, എനിക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ആഡുകൾ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കയറാൻ സാധ്യതയുള്ള വെബ്സൈറ്റുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് വെച്ചിട്ടുള്ള അങ്ങനത്തെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഈ ഓരോ സിംഗിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് അവരെ അവിടെ കയറുന്ന ആളുകളെയൊക്കെ നമ്മളുടെ ആഡ്, ഈ ഡിസ്പ്ലേ ആഡ് കാണിക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പ്ലേസ്മെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ടാർഗറ്റിംഗ് ചെയ്തിട്ട് ആളുകളെ ആഡ് കാണിക്കാൻ പറ്റും. സോ അങ്ങനെ ആണ് നമ്മൾ മേജറായിട്ട് ഡിസ്പ്ലേ ആഡ് റൺ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി നമ്മൾ കുറച്ചുകൂടി അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ ആഡ് റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്പ്ലേ ആഡുകൾ ചെയ്യാറുണ്ട്. അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡിസ്പ്ലേ ആഡ് ചെയ്യാന്നുണ്ടെങ്കിലും നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്പ്ലേ ആഡുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് നമുക്ക് നമ്മളുടെ ആഡ് റൺ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ആ ഡിസ്പ്ലേ ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയതിന് ശേഷം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വെബ്സൈറ്റിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊജക്ടിന്റെ അകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആഡിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അതിനു മുന്നേ നമ്മൾ ആ ക്യാമ്പയിൻ ഒന്ന് ഡിസ്പ്ലേ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ കമ്മിങ് ഇൻ ടു ഡിസ്പ്ലേ ക്യാമ്പയിൻ, നമ്മൾ ആസ് യൂഷ്വൽ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ അവയർനെസ് ആൻഡ് കൺസിഡറേഷൻ, അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ആഡുകൾ റൺ ചെയ്യാവുന്നതാണ്. ആൻഡ് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും വെബ്സൈറ്റ് ട്രാഫിക്കിന് വേണ്ടിയിട്ടും നമുക്ക് ഡിസ്പ്ലേ ആഡുകൾ റൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യാണ്.
സോ എനിക്ക് വേണ്ടത് ആക്ച്വലി ഡിസ്പ്ലേ reach potential customers across remunerative sites and apps with your creative. അപ്പൊ നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ക്രിയേറ്റീവിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നുള്ളത്. അപ്പൊ നമ്മൾ ഡിസ്പ്ലേ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിയേറ്റീവ് ആളുകൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ആയിരിക്കണം. ആളുകൾക്ക് അത് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് കാണാൻ തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ക്രിയേറ്റീവ്സ് ആയിരിക്കണം ഡിസ്പ്ലേ ആഡുകൾ റൺ ചെയ്യുന്ന സമയത്ത്. നമ്മൾ മറ്റേലൊക്കെ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ക്രിയേറ്റീവ്സ് ലൈക്ക് ഇതിന്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്പ്ലേ ആഡ്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഡിസ്പ്ലേ ആഡ് കൊടുത്തു. ആൻഡ് ലാൻഡിംഗ് പേജ്, ഈ ഡിസ്പ്ലേ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഡിസ്പ്ലേ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവും. അവിടെ നമ്മൾ ഒരു ലാൻഡിംഗ് പേജ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ലാൻഡിംഗ് പേജ് സെറ്റപ്പ് ചെയ്തു. ആൻഡ് ജസ്റ്റ് ഒരു പേരാണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പേര് കൊടുക്കാം. ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ ഏതാണ് ക്യാമ്പയിൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ പോലെ പേര് കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ നമ്മൾ ഓൾറെഡി പരിചയമുള്ള സെക്ഷൻ ആണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ലൊക്കേഷൻ നമുക്ക് എൻ്റർ അനദർ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഏതാണോ നമ്മുടെ ലൊക്കേഷൻ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ആൻഡ് അഡ്വാൻസ് സെർച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കൊടുക്കാനുള്ള ഓപ്ഷൻ, അതായത് ചെറിയൊരു ഇന്നർ സർക്കിൾ അല്ലെങ്കിൽ ചെറിയൊരു ലൊക്കേഷൻ മാത്രം ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. നമ്മളിതൊക്കെ സെർച്ച് ആഡിലും കണ്ടതാണ്. ആൻഡ് ലൊക്കേഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് പ്രസൻസ് ഓർ ഇൻട്രസ്റ്റും പ്രസൻസും, അത് ബാംഗ്ലൂര് ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, ആ ഒരു ലൊക്കേഷനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളും ആ ലൊക്കേഷനിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന ആളുകളൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ആഡ് റൺ ചെയ്യുന്നുണ്ടാവുക. സോ അതായിരുന്നു ഞാൻ പറഞ്ഞു, കൂടുതൽ നാരോ ഡൗൺ ചെയ്യേണ്ട, നമുക്ക് നല്ല രീതിയിൽ ടാർഗറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് കൊടുക്കാം. പ്രോപ്പർ നമ്മളുടെ ആ ഒരു ലൊക്കേഷനിൽ മാത്രം താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ പ്രസൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലാംഗ്വേജസിൽ നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് ആണോ ടാർഗറ്റ് ചെയ്തത്, അപ്പം ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ആ ഒരു ലൊക്കേഷനകത്തുള്ള ഏതെങ്കിലും സ്പെസിഫിക് റീജിയണൽ ലാംഗ്വേജോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആഡ് റൺ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഉണ്ടാവും. നമുക്ക് എല്ലാവരെയും കാണിക്കേണ്ടി വരില്ല, ചില ആളുകളെ മാത്രം കാണിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ ചില ഭാഷ സംസാരിക്കുന്ന ആളുകൾ കാണിച്ചാൽ മതിയാവും. ഞാൻ നേരത്തെ ഓൾറെഡി ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീരിയന്റെ കേസിലൊക്കെ നടക്കാൻ സാധ്യതയുള്ള. അതുപോലെ പല രീതിയിലും നമുക്ക് അങ്ങനെ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ്. പൊളിറ്റിക്കൽ ആക്ട് ഞാൻ പറഞ്ഞത് എന്തായാലും കൊടുക്കണം. ഇതില് ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷും തമിഴും അല്ലെങ്കിൽ ഹിന്ദിയും സംസാരിക്കുന്ന ആളും വരൂലേ? മലയാളീസിന് മാത്രമാണെങ്കിൽ മലയാളം മാത്രമല്ലേ കൊടുക്കേണ്ടത്? മലയാളീസ് മാത്രമാണെങ്കിൽ മലയാളം മാത്രം കൊടുക്കേണ്ടത്, ഇംഗ്ലീഷ് വേണ്ടല്ലോ? ഇല്ല. ഓക്കെ കൊടുത്തു എന്നുള്ളൂ. അപ്പൊ പൊളിറ്റിക്കൽ ആഡ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ എന്തായാലും നോ കൊടുക്കണം എന്നുള്ളത്. ആൻഡ് ഇൻ മോർ സെറ്റിംഗ്സിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ എൻഡ് ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റ്, അല്ലെങ്കിൽ ഏത് സമയമാണ് ആ രീതിയിലുള്ള ആഡ് റൊട്ടേഷൻ, ആഡ് സ്കെഡ്യൂള് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ മോർ സെറ്റിംഗ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. നമുക്ക് അത് ഓൾറെഡി നമ്മൾ സെർച്ച് ആഡിൽ പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് എൻഡ് ഡേറ്റ് എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മോർ സെറ്റിംഗ്സ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പം നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെർച്ച് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാര്യം കൊടുക്കുന്നതിന് മുന്നേ നമ്മളോട് ബിഡിങ് സ്ട്രാറ്റജി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ
നമ്മളെ സെർച്ച് നെറ്റ്വർക്ക് ഗൂഗിളിൽ മാത്രം ആഡ് റൺ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ഇപ്പം ജസ്റ്റ് ഡിസ്പ്ലേ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമ്മളോട് ലൊക്കേഷനും ലാംഗ്വേജും ഒക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ അടുത്ത സെക്ഷനിൽ നമ്മളോട് ചോദിക്കുന്നത് ഡെയിലി ബഡ്ജറ്റ് ആണ്. ഈ ഡെയിലി ബഡ്ജറ്റ് സെർച്ച് ആഡിന്റെ കേസിൽ നമ്മളോട് അവസാനമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനമായിരുന്നു ഒരു ഡേയിൽ സ്പെൻഡ് ചെയ്യുന്ന ആവറേജ് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുള്ള ഡെയിലി ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ലൈഫ് ടൈം ബഡ്ജറ്റ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരിയഡിലേക്ക് സെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു എമൗണ്ട്. ഇപ്പൊ നമ്മളൊരു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1 വീക്കിലേക്കും ആണ് ടോട്ടലി ആഡ് റൺ ചെയ്യുന്നതെങ്കിൽ ആ 1 വീക്കിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു ഡേയിലേക്കുള്ള സ്പെൻഡ് എമൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു ആവറേജ് ഡെയിലി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് എത്രയാണെന്നുള്ളത് അവിടെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ആവറേജ് ഡെയിലി ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 500 റുപ്പീസിന് ഡെയിലി നമ്മൾ ആഡ് റൺ ചെയ്യാണെന്ന് വെക്കാം. ഇനിയാണ് നമ്മൾ ബിഡിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് പോകുന്നത്. ഇത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ എപ്പോഴൊക്കെയാണ് ഓരോ ബിഡിങ് സ്ട്രാറ്റജിയും യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. നമുക്ക് ഇവിടെ ഇപ്പൊ ഈ ബിഡിങ് സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൺവേർഷൻ വാല്യൂ, അതായത് സ്പെസിഫിക് വാല്യൂ. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഈ കൺവേർഷൻ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക നമുക്ക് കൺവേർട്ട് ആവാൻ സാധ്യതയുള്ള കൂടുതൽ നമ്പർ ഓഫ് കൺവേർഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നത് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ നമുക്ക് നല്ല ലീഡ്സ് ആണ് വേണ്ടത്, കുറെ ലീഡ്സ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നത് കൺവേർഷൻസ് ആണ്. കൺവേർഷൻ വാല്യൂ ചൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് നമ്മൾ കൺവേർഷൻ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും കൗണ്ടിനെക്കാട്ടും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള, അതായത് വാല്യൂഡ് ആയിട്ടുള്ള കൺവേർഷൻ, കുറച്ചുകൂടി നല്ല വാല്യൂ ഉള്ള കൺവേർഷൻസ്, കുറച്ചുകൂടി നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന കൺവേർഷൻസ് നമ്മൾ കൗണ്ടിലായിരിക്കില്ല, ലീഡ്സിന്റെ കൗണ്ടിലായിരിക്കില്ല നമ്മൾ കൺവേർഷൻ വാല്യൂ കൊടുത്ത് നോക്കുന്നുണ്ടാവുക. അവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതിനാണ് കൂടുതൽ റവന്യൂ ഇതിനാണ് കിട്ടുക, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനാണ് റവന്യൂ കിട്ടുക എന്നുള്ള രീതിയിലായിരിക്കും കൺവേർഷൻ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്കായിരിക്കും അങ്ങനത്തെ ആയിരിക്കും ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കൗണ്ട് ഉണ്ടാവില്ല. കൗണ്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമുക്ക് കൗണ്ട് ആണ് വേണ്ടത് ലീഡ്സിന്റെ കേസിലൊക്കെ പറയുമ്പോൾ ഇപ്പൊ കൺവേർഷൻസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വ്യൂവബിൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നമ്മളെ ആഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരാൾ നമ്മളെ വെബ്സൈറ്റിൽ കയറാണ്, ഈ ഒരു വെബ്സൈറ്റിൽ കയറാണ്, ഈ ഒരു വെബ്സൈറ്റിൽ ആഡ് ഉണ്ട്. ഈ വെബ്സൈറ്റ് നമ്മൾ കയറിയപ്പം ആഡ് ആക്ച്വലി ലോഡായി കിടക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ ആഡ് കണ്ട് ഒരു 50% ആഡ് ഒരു 1 സെക്കൻഡ് എങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ വ്യൂവബിൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വ്യൂവബിൾ ഇംപ്രഷൻ നമ്മളൊരു 24 ഒരു വ്യൂവബിൾ ഇംപ്രഷൻ നമ്മൾ 24 കൊടുക്കുകയാണെന്നെങ്കിൽ നമ്മളിത് കണക്കാക്കുന്നുണ്ടാവുക 1000 ഇംപ്രഷൻ ആയിരിക്കും ഉണ്ടാവുക. വ്യൂവബിൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ 1000 ഇംപ്രഷൻ ആയിരിക്കും നമ്മൾ എത്രയാണോ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്ലിക്കിന് 10 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നില്ലേ, അപ്പൊ അതുപോലെ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഈ വ്യൂവബിൾ CPM കോസ്റ്റ് പെർ അല്ലെ, അത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് വ്യൂവബിൾ ഇംപ്രഷൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 20 റുപ്പീസ് ആണ് കൊടുക്കുന്നത് വ്യൂവബിൾ ഇംപ്രഷൻ എന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് നോക്കുന്നുണ്ടാവുക. ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല, ഇംപ്രഷൻ ആണ് പേയ്മെന്റ് പോകുന്നുണ്ടാവുക. നേരത്തെ ആരോ ചോദിച്ച പോലെ വെബ്സൈറ്റിന്റെ അകത്ത് കയറിയിട്ട് ആളുകള് സ്ക്രോൾ ചെയ്ത് താഴെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് 1 സെക്കൻഡ് എങ്കിലും നമ്മുടെ ഈ ഒരു ആഡ് കാണുകയാണെന്നുണ്ടെങ്കിലായിരിക്കും സ്പെൻഡ് എമൗണ്ട് പോകുന്നുണ്ടാവുക. അത് ഒരു ഇംപ്രഷൻ ആയിരിക്കില്ല നമ്മൾ സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ട്. 20 ആണ്, ഞാൻ പറഞ്ഞല്ല 20 ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഇംപ്രഷൻ ആയിരിക്കില്ല പോകുന്നുണ്ടാവുക. ടോട്ടൽ 1000 ഇംപ്രഷന് 20 റുപ്പീസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇനി ടോട്ടൽ 1000 ഇംപ്രഷൻ ആയിരിക്കും ആ 20 റുപ്പീസ് പോകുന്നുണ്ടാവുക. ക്ലിക്സിന്റെ പോലെ അല്ലെങ്കിൽ കൺവേർഷനെ പോലെ നമ്മളൊരു സിംഗിൾ കൺവേർഷനോ അല്ലെങ്കിൽ സിംഗിൾ ക്ലിക്കിനുള്ള എമൗണ്ട് അല്ല സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവുക. 1000 ഇംപ്രഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ വ്യൂവബിൾ ഇംപ്രഷൻ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. സോ ഈ വ്യൂവബിൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബിഡിങ് സ്ട്രാറ്റജി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് കുറച്ചുകൂടി അവയർനെസ് ക്യാമ്പയിന് വേണ്ടിയിട്ടാണ്. ലീഡ് ജനറേറ്റ് ചെയ്തതിനെക്കാട്ടും കുറച്ചുകൂടി അവയർനെസ് ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് നമുക്ക്
ഈ വ്യൂവബിൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിഡിങ് സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, കുറച്ചുകൂടി ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് കുറെ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഗൂഗിൾ നോക്കുന്നുണ്ടാവുക കുറെ ആൾക്കാർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ട്, ആഡ് കാണിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാവും. ഇനി ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഹൗ ഡു യു വാണ്ട് ടു ഗെറ്റ് കൺവേർഷൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. സോ നമ്മളിവിടെ ഓട്ടോമാറ്റിക്കലി മാക്സിമൈസ് കൺവേർഷൻ കൊടുക്കുകയാണെങ്കിൽ കൺവേർഷൻ കൂട്ടുന്നതിലായിരിക്കും ഗൂഗിൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മളിവിടെ മാനുവലി സെറ്റ് ബിറ്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺവേർഷൻ കൂട്ടുന്നതിന് പകരം ക്ലിക്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മളെ ആ ഒരു ആഡിന്റെ ക്ലിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നുണ്ടാവും. അതായത് കൂടുതൽ കൺവേർട്ട് ആവുന്ന ഓഡിയൻസിനെ കാണിക്കുന്നതിന് പകരം കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഓഡിയൻസിനെ കാണിക്കാനായിരിക്കും പോസിബിലിറ്റി കൂടുതൽ ഉണ്ടാവുക. സോ നമുക്ക് ലീഡ്സ് ആണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൺവേർഷൻ ഓട്ടോമാറ്റിക്കലി മാക്സിമൈസ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് കൊടുക്കാന്നാണ്. നമ്മൾ അവിടെ ഒബ്ജക്റ്റീവിൽ യൂസ് ചെയ്യുന്നത് ലീഡ്സിന് പകരം വെബ്സൈറ്റ് ട്രാഫിക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലിക്കിന് കൂടുതൽ ക്ലിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു. സോ നമ്മൾ കൺവേർഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കൺവേർഷൻസ് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ടാർഗറ്റ് CPA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ വന്നു. ടാർഗറ്റ് CPA നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ നമ്മൾ ടാർഗറ്റ് CPA കൺവേർഷൻസിന് വേണ്ടിയിട്ടും കൺവേർഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റിന്റെ താഴത്താണ് നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. CPA സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 200 എങ്കിലും CPA സെറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് നോക്കുന്നുണ്ടാവുക ഈ 200 റുപ്പീസിന് മാക്സിമം ഗൂഗിൾ എന്ത് ചെയ്യും, ഒരു സിംഗിൾ കൺവേർഷൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും ഗൂഗിൾ, അങ്ങനത്തെ ആളുകളായിരിക്കും ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ 200 രൂപയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺവേർഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആളുകളായിരിക്കും കൂടുതലും കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. അപ്പം ഈ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഗൂഗിൾ അവിടെ മനസ്സിലാക്കുന്നത് എന്താന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് നമ്മൾ എത്ര എമൗണ്ട് ആണോ കൊടുക്കുന്നത് ആ എമൗണ്ടിന് ഗൂഗിൾ എന്ത് ചെയ്ത് നോക്കും, ബിറ്റ് ചെയ്തിട്ട് കൂടുതലും കൺവേർഷൻ കിട്ടാൻ സാധ്യതയുള്ള ആളുകളിലേക്കായിരിക്കും നമ്മളുടെ ആഡ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ടാർഗറ്റ് CPA എന്നുള്ളത്. നമുക്ക് ഇവിടെ സെലക്ട് ബിഡിങ് സ്ട്രാറ്റജി ഡയറക്ട്ലി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സെലക്ട് യുവർ ബിഡിങ് സ്ട്രാറ്റജി വേറെ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ബിഡിങ് സ്ട്രാറ്റജീസ് അവൈലബിൾ ആയിരിക്കും. ടാർഗറ്റ് CPA, ടാർഗറ്റ് ROAS, മാക്സിമൈസ് ക്ലിക്സ്, മാക്സിമൈസ് കൺവേർഷൻ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. മാക്സിമൈസ് ക്ലിക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് വ്യൂവബിൾ CPM ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യൂവബിൾ CPM നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ 20 റുപ്പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ ആഡ് കാണിക്കുമ്പം ഞാൻ പറഞ്ഞ ഈ 20 റുപ്യക്ക് ഈ 20 റുപ്പീസിന് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെ ആഡ് ഒരു സെക്കൻഡ് എങ്കിലും വെബ്സൈറ്റിൽ കയറുന്ന ആളുകൾക്ക് 20 റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു 20 റുപ്പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഡ് എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് എങ്കിലും ആളുകൾ ആ ഒരു ആഡ് കാണുന്ന സമയത്ത് അത് ഒരു ഇംപ്രഷൻ കിട്ടുമ്പോ അല്ല 1000 ഇംപ്രഷന് 20 റുപ്പീസ് എന്നുള്ള രീതിയിലായിരിക്കും. നമ്മൾ ആഡ് കാണുമ്പോൾ 1000 റുപ്പീസിന് 20 റുപ്പീസ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും നമുക്ക് സ്പെൻഡ് എമൗണ്ട് പോകുന്നുണ്ടാവുക. ഇനി നമുക്ക് അറിയാത്ത വേറൊരു ഓപ്ഷനാണ് ടാർഗറ്റ് ROAS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിഡിങ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടാർഗറ്റ് ROAS ഇപ്പൊ ഒരു 400 കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. 400 ആണ് നമ്മളുടെ ടാർഗറ്റ് ROAS എന്നുള്ളത് സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പം റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് ആണ്, അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന്റെ 400% അല്ലെങ്കിൽ 4 ടൈംസ് നമുക്ക് എന്ത് കിട്ടും, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിലായിരിക്കും ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. 100 ആണ് നമ്മുടെ ആഡ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ 400 റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് ROAS കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 100 റുപ്പീസിന് 400 റുപ്പീസ് നമുക്ക് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള കൺവേർഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലും ആര് നോക്കുന്നുണ്ടാവുക,
ഗൂഗിള് നോക്കുന്നുണ്ടാവുക. സോ അങ്ങനത്തെ ഓപ്ഷൻസും അവിടെ ഉണ്ട്. നമുക്ക് ടാർഗറ്റ് ROAS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിഡിങ് സ്ട്രാറ്റജി ഒന്നും ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഈ ഷോപ്പിംഗ് ആഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകൾക്ക്, പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻസ്, ഇ-കൊമേഴ്സ് സ്റ്റോറിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസിനൊക്കെ നമുക്ക് ഈ ടാർഗറ്റ് ROAS കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇത്ര സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള കൺവേർഷൻസ് ആണ് വേണ്ടത്. ഇപ്പൊ 100 രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ ഞാനിവിടെ ലൈക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്രയാണോ കൊടുക്കുന്നത് ആ ഒരു എമൗണ്ട് ആ രീതിയിൽ കൺവേർഷൻസ് കുറച്ചുകൂടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന തന്നെ എത്രയോ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ടുള്ള കൺവേർഷൻ, ആ ഒരു എമൗണ്ട് ഓഫ് കൺവേർഷൻ ആണ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ROAS, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, എത്ര പെർസെന്റേജ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി ബിഡിങ് സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ CPA കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര, ഇപ്പൊ 100 ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഗൂഗിൾ നോക്കുന്നുണ്ടാവുക 100 രൂപയ്ക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മാക്സിമൈസ് ക്ലിക്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബിഡിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. ആൻഡ് വ്യൂവബിൾ CPM ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇംപ്രഷൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ മേജർ ആയിട്ട് നമ്മൾ ലീഡ്സ് ക്യാമ്പയിൻ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് കൺവേർഷൻസ് ആണ്. മാക്സിമം ലീഡ്സ് ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് നല്ലത് എപ്പോഴും ഓട്ടോമാറ്റിക്കലി മാക്സിമൈസ് കൺവേർഷൻസ് എന്നുള്ള ഈ ഒരു ബിഡിങ് സ്ട്രാറ്റജി ആയിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടാർഗറ്റ് CPA, അതായത് എത്ര എമൗണ്ടിലാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ടാർഗറ്റ് CPA കൊടുത്തിട്ടില്ല എന്നുള്ള പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൺവേർഷൻ ഗൂഗിൾ തോന്നിയ എമൗണ്ടിനായിരിക്കും നല്ല രീതിയിൽ കൺവേർഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എമൗണ്ട് എന്താണ് കുറച്ചുകൂടി കൂടുതലുള്ള കൺവേർഷൻ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നല്ല പൈസക്കൊക്കെ ആയിരിക്കും ഒരു കൺവേർഷൻ കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമുക്കൊരു റെസ്ട്രിക്ഷൻ വെക്കുന്നത് നല്ലതാണ്. ഇത്ര വരെ പോയാൽ മതി, ഒരു 300 വരെ ഒരു കൺവേർഷൻ നമ്മൾ കൊടുത്താൽ മതി, മാക്സിമം 300 വരെ ഒരു കൺവേർഷൻ നമ്മൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ടാർഗറ്റ് CPA ലിമിറ്റ് വെച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർഷൻസ് കിട്ടുന്നുണ്ടാവും. പക്ഷെ കിട്ടുന്ന കൺവേർഷൻസ് ഒക്കെ എപ്പോഴും എന്താവാൻ സാധ്യതയുണ്ട്, കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ബിഡിങ് സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മൾ കണ്ടത് ഈ ഓട്ടോമാറ്റിക്കലി മാക്സിമൈസ് കൺവേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കൺവേർഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മാനുവൽ സെറ്റ് ബിറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് സെലക്ട് എ ബിഡിങ് ഡയറക്ട്ലി ഒരു ബിഡ് സ്ട്രാറ്റജി നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടാർഗറ്റ് CPA മാത്രമല്ല നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്, ടാർഗറ്റ് ROAS ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നേരത്തെ കണ്ട ടാർഗറ്റ് CPM ആ രീതിയിൽ ഉണ്ടായിരുന്നു. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ബിഡിങ് സ്ട്രാറ്റജി നമ്മൾ മാനുവലി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പർപ്പസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക. എപ്പോഴും ROAS ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരിക്കലും നമ്മൾ ഈ ലീഡ് ജനറേഷനോ അല്ലെങ്കിൽ ക്ലിക്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസിനോ ആയിരിക്കില്ല. കുറച്ചുകൂടി ഇ-കൊമേഴ്സ് സ്റ്റോറിനും അതേപോലെ തന്നെ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനും ഷോപ്പിംഗ് ക്യാമ്പയിനും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ROAS എന്നുള്ള ആ ഒരു ബിഡ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് ആ ഒരു സ്പെൻഡ് എമൗണ്ടിന്റെ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗൂഗിളിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അങ്ങനത്തെ ഓഡിയൻസിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അയാളുടെ കോൺവെർസേഷൻസും റിലേറ്റഡ് ആയിട്ടുള്ള അയാളുടെ സെർച്ചസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഓഡിയൻസിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, റിസൾട്ട് തരുന്നുണ്ടാവും. ആൻഡ് നമുക്ക് ഇംപ്രഷൻസ് ആണ് കുറച്ചുകൂടിയും അവയർനെസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഡിങ് സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് CPAക്ക് പകരം അവിടെ വ്യൂവബിൾ CPM എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിഡിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ടാർഗറ്റ് CPA വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മളൊരു സ്പെസിഫിക് ഒരു എമൗണ്ട് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ 300-ന് ഒരു മാക്സിമം 300 റുപ്പീസിന്റെ കൺവേർഷൻസ് മാത്രം മതി, അതിൽ കൂടണ്ട എന്നുള്ള രീതിയിൽ എന്താണ് നമ്മൾ അവിടെ ബിഡിങ് സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കൊടുത്തു. ടാർഗറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് പെർ അക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് പെർ ആക്ഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുള്ള കൺവേർഷൻസ് മാത്രം നടത്തിയാൽ മതി എന്ന് നമ്മൾ ഗൂഗിളിനോട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്.
സോ ബിഡിങ് സ്ട്രാറ്റജി കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ കൊടുക്കണം. എങ്ങനത്തെ ഓരോ ക്യാമ്പയിൻസിന് വേണ്ടിയിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ബിഡിങ് സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ അത് എന്തൊക്കെയാണ് ഓരോ ബിഡിങ് സ്ട്രാറ്റജി എന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ കൺവേർഷൻ വാല്യൂ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് മാക്സിമൈസ് കൺവേർഷൻസ് യൂസ് ചെയ്യേണ്ടത്, മാക്സിമൈസ് ക്ലിക്സ് എപ്പോഴും യൂസ് ചെയ്യുക വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. കൺവേർഷൻ വാല്യൂ ചൂസ് ചെയ്യുക കുറച്ചുകൂടിയും കൗണ്ട് ഫോക്കസ് ചെയ്യാണ്ട് വാല്യൂഡ് ആയിട്ടുള്ള കുറച്ചുകൂടിയും കൺവേർഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. വ്യൂവബിൾ CPM ഇംപ്രഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ROAS നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക കുറച്ചുകൂടിയും പെർസെന്റേജ് ഓഫ് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് നമുക്ക് എത്ര പെർസെന്റേജ് എക്സ്ട്രാ ആയിട്ടുള്ള ആ ഒരു റിട്ടേൺ കിട്ടണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ROAS എന്ന് പറഞ്ഞിട്ടുള്ള ബിഡിങ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പം കൺവേർഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിഡിങ് സ്ട്രാറ്റജി നമ്മൾ ഓട്ടോമാറ്റിക്കലി മാക്സിമൈസ് കൺവേർഷൻ യൂസ് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാം, എനിക്ക് കൂടുതൽ ലീഡ്സ് ആണ് വേണ്ടത്. ലീഡ്സ് വേണ്ട സമയത്ത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ടാർഗറ്റ് CPA ഇതില് ടാർഗറ്റ് CPA അല്ലേ, അതില് 100 എന്നാണ് കൊടുത്തത്. പക്ഷെ യുവർ റെക്കമെൻഡഡ് ടാർഗറ്റ് CPA 3700 എന്ന് കാണിക്കുന്നത്. അപ്പൊ അത് കുറവാണ് കൊടുത്തത്. അത് മേ ബി റെക്കമെൻഡേഷൻ യുവർ ടാർഗറ്റ് CPA 3700, പക്ഷെ ഇവിടെ കൊടുക്കണ്ട, ജസ്റ്റ് ഒരു 100 എന്നുള്ള കൊടുത്ത് കുറച്ചൊന്ന് കൂട്ടി വെക്കാൻ മതി. കൂട്ടി വെക്കാൻ മതി അല്ലേ? അത്രയ്ക്കും പോകണ്ട, 300 കൊടുത്തു. സാർ, ഈ ROAS നമ്മൾ ബേസ് വാല്യൂ എവിടെയാ കൊടുക്കുക? നമ്മൾ ഇത്ര പെർസെന്റേജ് കാണിക്കാൻ 400% കാണിക്കാന്ന് പറഞ്ഞില്ല. അപ്പം ബേസ് വാല്യൂ ഇതിനെങ്ങനെ അറിയാം? ഇപ്പം 100 രൂപയാണ് നമ്മളുടെ ബേസ്, അതിന്റെ 400% കൂട്ടണം എന്നല്ലേ പറഞ്ഞത് കൺവേർഷൻ? നമ്മുടെ സ്പെൻഡ് എത്രയാണോ അതിന്റെ പെർസെന്റേജ്. നമ്മൾ എത്ര രൂപ സ്പെൻഡ്, ഡെയിലി ബഡ്ജറ്റിന് എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഡെയിലി, അതിന്റെ ഇത്ര ശതമാനം എത്ര പെർസെന്റേജ് ആണോ നമ്മൾ കൊടുക്കുന്നത് ആ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മൾ അങ്ങനെ ബിഡിങ് സ്ട്രാറ്റജി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നുണ്ടാവുക ടാർഗറ്റിംഗിലേക്കാണ്. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ടാർഗറ്റിംഗ് ആയിട്ട് കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് ആണ്, കാരണം സെർച്ച് ആഡ് അല്ലല്ലോ. അപ്പൊ നമ്മളിവിടെ ഡിഫറെന്റ് ആയിട്ട് ടാർഗറ്റിംഗിൽ വരുന്നത് ഒന്ന് ഓഡിയൻസ് സെഗ്മെന്റ്സ് ആണ്. നമുക്ക് അറിയാവുന്നതാണ് ഡിഫറെന്റ് ഓഡിയൻസ് സെഗ്മെന്റ്സിനെ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് കയറാൻ സാധ്യതയുള്ള വെബ്സൈറ്റിലേക്കൊക്കെയാണ് നമ്മളുടെ ആഡ് കാണേണ്ടത് എന്നുള്ളതാണ് ആ ഓഡിയൻസ് സെഗ്മെന്റ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഓഡിയൻസ് സെഗ്മെന്റ്സ് അല്ലാണ്ട് നമുക്ക് അവിടെ ടാർഗറ്റിംഗിൽ കീവേഡ്സ് ഉണ്ട്. ഏത് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള പേജസിൽ ലൈക് ഫോക്കസ് കീവേഡ്, ഏത് ടൈപ്പ് ഓഫ് കീവേഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേജസിലാണ് നമ്മൾ ആഡ് കാണിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ടോപ്പിക്സ് ഉണ്ട്, ഏത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പേജുകളിലാണ് നമ്മൾ ആഡ് കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും ഫൈനലി പ്ലേസ്മെന്റ്സ് ആണ്. ഏത് പ്രോപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് വെബ്സൈറ്റുകളെയും ഡിഫറെന്റ് ആപ്പുകളെയും അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇത് ഡെമോഗ്രാഫിക്സ് വെച്ചിട്ട്, കീവേഡ്സ് വെച്ചിട്ട്, ടോപ്പിക്സ് വെച്ചിട്ട്, പ്ലേസ്മെന്റ് വെച്ചിട്ട്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ 4 എണ്ണത്തിനെയും 4 ആഡ് ഗ്രൂപ്പ് ആക്കിയിട്ട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു സിംഗിൾ ആഡ് ഗ്രൂപ്പിന്റെ അകത്ത് എല്ലാം ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഏജ് കാറ്റഗറി അല്ലെങ്കിൽ ഡെമോഗ്രാഫിക്സ് ഉള്ള ആളുകൾ കയറുന്ന വെബ്സൈറ്റുകളിലേക്കോ അല്ലെങ്കിൽ പേജുകളിലാണ് നമ്മൾ ആഡ് കാണിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഒരു ആഡ് ഗ്രൂപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ആഡ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് കീവേഡ് തീം ബേസ് ചെയ്തിട്ടുള്ള പേജുകളിലേക്കാണ് അല്ലെങ്കിൽ ഏത് കീവേഡ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേജുകളിലേക്കാണ് നമ്മളുടെ ആഡ് കാണിക്കേണ്ടത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ആഡ് ഗ്രൂപ്പിന്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ആഡ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ അകത്തേക്കും ചാനലിലേക്കൊക്കെയാണ് അല്ലെങ്കിൽ വീഡിയോസിലേക്കൊക്കെയാണ് നമ്മൾ ആഡ് പോകേണ്ടത് എന്നുള്ളത് മൂന്നാമത്തെ ആഡ് ഗ്രൂപ്പിന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നാലാമത്തെ ആഡ് ഗ്രൂപ്പിന്റെ സമയത്ത് പുതിയ ലാസ്റ്റ് ആഡ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ആഡ് ഗ്രൂപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരിക ഏതൊക്കെ വെബ്സൈറ്റിലേക്കാണ് സ്പെസിഫിക് ആയിട്ട്. നമ്മൾ ഈ പ്ലേസ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെബ്സൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സെർച്ച് എൻജിൻ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വെബ്സൈറ്റ് ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ വെബ്സൈറ്റുകളൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാം? ആഡ് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ സെർച്ച് എഞ്ചിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ എടുത്തു നോക്കിയിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് ആണ്. അത് ടാർഗറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ഈ പ്ലേസ്മെന്റ്സ് യൂസ് ചെയ്യുന്നത് ഏത് വെബ്സൈറ്റുകൾ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിലേക്കാണ് എന്നുള്ളതായിരിക്കും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീവേഡ്സ്, ഏത് ടൈപ്പ് ഓഫ് കീവേഡ് സെർച്ച് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ ആഡ് കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഏത് കീവേഡ് മാച്ച് ചെയ്ത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളെയാണ്, ഏത് കീവേഡ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളെയാണ് നമ്മൾ ആഡ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ടോപ്പിക്സ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏതൊക്കെ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളാണ് നമ്മളുടെ ആഡ് കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഡെമോഗ്രഫിക്സ്, എങ്ങനത്തെ ആളുകൾ കയറാൻ സാധ്യതയുള്ള വെബ്സൈറ്റുകളിലേക്കാണ് നമ്മളുടെ ആഡ് കാണിക്കേണ്ടത് എന്നുള്ളതും നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ ഒരു ആഡ് ഗ്രൂപ്പിന് അണ്ടറിൽ കൊടുക്കുന്നതിനെക്കാട്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഡിഫറെന്റ് ആഡ് ഗ്രൂപ്പ് ആക്കിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് അതിന്റെ അണ്ടറിലൊക്കെ വേറെ വേറെ ആഡുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ചെയ്തത് ഈ ഒരു ആഡ് ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ എല്ലാ ടാർഗറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ആഡ് ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? എനിക്ക് കീവേഡ് വെച്ചിട്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള കീവേഡ് വെച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് മാത്രം ആഡ് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ എന്ത് ചെയ്യാം? എക്സ്ട്രാ ആയിട്ട് പുതിയ ആഡ് ഗ്രൂപ്പ്, നമ്മൾ അന്ന് സെർച്ച് ആഡിന് ക്രിയേറ്റ് ചെയ്ത പോലെ പുതിയ പുതിയ ആഡ് ഗ്രൂപ്പിൽ ടാർഗറ്റിങ്ങിൽ എന്ത് കൊടുക്കാം? ഈ ടോപ്പിക്സ് കൊടുക്കാം. അടുത്ത ആഡ് ഗ്രൂപ്പിന്റെ ടാർഗറ്റിങ്ങിന്റെ അകത്ത് പ്ലേസ്മെന്റ്സ് കൊടുക്കാം. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടാർഗറ്റിംഗ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സാർ, ഈ വെബ്സൈറ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ ആഡ് കാണിക്കുന്ന ബിഡിങ് നമ്മൾ ഇപ്പൊ 5 പേര് കോമ്പറ്റീറ്റേഴ്സ് 5 പേര് സെയിം വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്ത ആളുകൾക്കായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ. ഇത് മെയിൻ ആയിട്ട് വ്യൂവിന് മാത്രല്ലേ, ക്ലിക്കിനല്ലല്ലോ പോകുന്നത്? ബേസിക്കലി എല്ലാം എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇംപ്രഷൻ അല്ലേ പ്രൈസ് എമൗണ്ട് പോകുന്നത് ബേസ് ചെയ്തിട്ട്? യെസ്. ഓക്കെ. ഡിസ്പ്ലേ ആഡിന്റെ കേസിലാണ് ഇംപ്രഷന്റെ കേസ് പോകുന്നുണ്ടാവുക. അപ്പം നമ്മൾ അങ്ങനെ ടാർഗറ്റിംഗ് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടാർഗറ്റിംഗ്. സോ വെബ്സൈറ്റിന്റെ അകത്ത് വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ തീം കീവേഡ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്, ഏതൊക്കെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ യൂട്യൂബ് വീഡിയോ ആണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ടാർഗറ്റിംഗ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ വൺസ് നമ്മൾ ഈ ടാർഗറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഈ URL വെച്ചിട്ട് ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിന്റെ അകത്ത് നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറെ ഇമേജുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഗൂഗിൾ ഇപ്പം കുറച്ചുകൂടി AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് തന്നെയുള്ള ഓപ്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ആരോ ചോദിച്ച സമയത്ത് ഇത് ബാൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഒന്നുമില്ല. കാരണം ഗൂഗിൾ ആഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇപ്പം എക്സ്ട്രാ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള സജസ്റ്റഡ് ഇമേജസ് ആയിട്ട് പോലും ഈ ഒരു ഇമേജുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഗൂഗിൾ ആഡ്സിന്റെ അകത്തുള്ള ഒരു ഓപ്ഷൻ ആണ്. ആൻഡ് ആദ്യം ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമുക്ക് വെബ്സൈറ്റിന്റെ അകത്ത് നിന്ന് എടുത്തിട്ടുള്ള കുറെ ഇമേജുകളായിരിക്കും പുറത്ത് കാണിച്ചു തരുന്നുണ്ടാവുക. ആൻഡ് അതിന്റെ കൂടെ നമുക്ക് ഇമേജ് എന്ത് ചെയ്യാനുള്ള ഓപ്ഷനും, ഇമേജ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും, ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഇമേജ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഇവിടെ നിന്ന് നമ്മളെ വെബ്സൈറ്റിന്റെ അകത്ത് നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഇമേജ് നമുക്ക് സജഷൻ ആയിട്ട് തരുന്നിട്ടുള്ള ആ ഒരു ഇമേജ് ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡുകൾ റൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പം എനിക്ക് ഗൂഗിൾ തന്നിട്ടുള്ള ആ ഒരു ഇമേജ് വെച്ചിട്ട് ആഡ് റൺ ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ഡിസ്പ്ലേ എങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക? ജിമെയിലിൽ ചിലപ്പം ഈ രീതിയിൽ നമ്മൾ ആഡ് വരാൻ സാധ്യതയുണ്ട്.
യൂട്യൂബില് ഈ സെക്ഷനിൽ നമ്മൾ വീഡിയോ കാണുന്നതിന്റെ താഴത്ത് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ആഡുകൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആഡ് എന്നുള്ള രീതിയിൽ ഇമേജ് നമ്മുടെ ആഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് ആഡ് വരുന്നുണ്ടാവുക. സോ നമ്മൾ ഈ ഒരു ഇമേജ് സെറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിലും ലോഗോസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാം. നമ്മൾ ഈ ഇമേജ് സെറ്റപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ വരേണ്ട ആ ഒരു ഹെഡ്ലൈൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഈ ആഡ്സിന്റെ അകത്ത് സെർച്ച് ആഡിൽ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈൻ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് 15 ഹെഡ്ലൈൻസും 4 ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ 15 ഹെഡ്ലൈൻസ് ഒന്നും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇവിടെ ടോട്ടൽ 5 ഹെഡ്ലൈൻസ് ആണ് ഉള്ളത്. നമുക്ക് ടോട്ടൽ 5 ഹെഡ്ലൈൻസ് ആണ് ആഡ് ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഹെഡ്ലൈൻസ് മാറി മാറിയിട്ടായിരിക്കും ഇന്റന്റ് ബേസ് ചെയ്തിട്ട് എവിടെ കാണിക്കുന്നുണ്ടാവുക, ഈ ഒരു സെക്ഷന്റെ അകത്ത് കാണിക്കുന്നുണ്ടാവുക. ഇവിടെ ഒരു ഹെഡ്ലൈൻ സെക്ഷൻ ഉണ്ട്. ആ ഹെഡ്ലൈനിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഹെഡ്ലൈൻസ് ആയിരിക്കും മാറി മാറി കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അവിടെ നമ്മളിപ്പോ അഡ്വർടൈസേഴ്സ്, ക്രിയേറ്റേഴ്സ് ആൻഡ് അഡ്വർടൈസേഴ്സ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ഉണ്ട്. അതിങ്ങനെ മാറി മാറി ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇനി ഈ ഹെഡ്ലൈൻ അല്ലാണ്ട് നമുക്ക് ലോങ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ സ്മോൾ ഹെഡ്ലൈൻസ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ചെറിയ ചെറിയ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കും. അതായത് നമ്മൾ ചെറിയ സ്പേസിലേക്കൊക്കെയാണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. അതായത് ചെറിയ ബാനർ ആഡ്സ് ആയിക്കോട്ടെ, മൊബൈലിന്റെ ഡിസ്പ്ലേ ആഡ്, അങ്ങനെ ചെറിയ ചെറിയ സ്പേസുകളിലേക്കാണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നതെങ്കിൽ ഈ ഹെഡ്ലൈൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഈ ഒരു സ്മോൾ ഹെഡ്ലൈൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമുക്ക് ഒരു ലോങ് ഹെഡ്ലൈൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്മോൾ ഹെഡ്ലൈൻസ് ആക്ച്വലി 30 ക്യാരക്ടേഴ്സും ലോങ് ഹെഡ്ലൈൻസ് നമുക്ക് 90 ക്യാരക്ടേഴ്സും ആണുള്ളത്. ഇപ്പൊ നമ്മള് സ്മോൾ ഹെഡ്ലൈൻ ആയിട്ട് ഇപ്പം ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിക്കം എ സോഷ്യൽ മീഡിയ മാർക്കറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെഡ്ലൈൻസ് ആണ് കൊടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ, ലോങ് ഹെഡ്ലൈൻ ആയിട്ട് നമുക്കിപ്പം മാസ്റ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് 3 month ഇന്റേൺഷിപ്പ്, അല്ലെങ്കിൽ വിത്ത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് വിത്ത് ഇൻഡസ്ട്രി എക്സ്പേർട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പൊ 90 വേർഡ്സിന്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വലിയ ഹെഡ്ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഈ വലിയ ഹെഡ്ലൈൻ എപ്പോഴും ഈ ലാർജർ സ്പേസുകളിലേക്ക് നമ്മൾ ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ആഡ് പോകുന്ന സമയത്ത് അവിടെ ഈ ചെറിയ ഹെഡ്ലൈന് പകരം കാണിക്കുന്നുണ്ടാവുക നമ്മൾ ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ലോങ് ഹെഡ്ലൈൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ചെറിയ സ്പേസിലേക്ക്, സ്മോൾ ബാനർ ആഡ്സിലേക്കും മൊബൈൽ ഡിസ്പ്ലേ ആഡ്സിലൊക്കെ ആയിരിക്കും നമ്മൾ ആഡ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ ചെറിയ ഹെഡ്ലൈൻസ്, ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിക്കം എ സോഷ്യൽ മീഡിയ മാർക്കറ്റർ, ബിക്കം എ പെർഫോമൻസ് മാർക്കറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ 5 ഹെഡ്ലൈൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. ആ ഹെഡ്ലൈൻ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു സ്പേസിലേക്കൊക്കെ നമ്മൾ ആഡ് പോകുന്ന സമയത്ത് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ലാർജ് ഹെഡ്ലൈൻ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ലോങ് ഹെഡ്ലൈൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 90 ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ആ സിംഗിൾ ഹെഡ്ലൈൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ആ ഹെഡ്ലൈൻ ആയിരിക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. സോ നമ്മൾ അവിടെ ഇപ്പൊ ഇവിടെ ചെറിയ മൊബൈൽ വേർഷൻ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഈ ചെറിയ ഹെഡ്ലൈൻ ആണ് കാണിക്കുന്നത്. ഈ ഹെഡ്ലൈനിന്റെ തൊട്ട് താഴത്തായിട്ട് നമുക്ക് അവിടെ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. നേരത്തെ ഹെഡ്ലൈനിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടോട്ടൽ 5 ഡിസ്ക്രിപ്ഷൻസും എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ സെറ്റപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ സെറ്റപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് 5 ഡിസ്ക്രിപ്ഷൻ 90 ക്യാരക്ടേഴ്സിൽ ഉണ്ടാവുന്ന 5 ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പം ഇതിന്റെ താഴത്തായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്താണോ അതായിരിക്കും ഇന്റന്റ് ബേസ് ചെയ്തിട്ട് മാറി മാറി വരുന്നുണ്ടാവുക. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്ക്രിപ്ഷൻസും കൊടുക്കാവുന്നതാണ്. ചില കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലാർജ് സ്പേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഈ ലാർജ് ബാനർ ഇമേജ് ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ വലിയൊരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നുണ്ടാവുക ഈ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും പകരം നമ്മൾ കൊടുക്കുന്ന ലോങ് ഹെഡ്ലൈൻ മാത്രമായിരിക്കും. ആ ലോങ് ഹെഡ്ലൈൻ മാത്രമായിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. അവിടെ ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല. ഈ ചെറിയ ഹെഡ്ലൈൻസ് കാണിക്കുന്നുണ്ടാവുക, ലോങ് ഹെഡ്ലൈൻ മാത്രമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് ആ ലോങ് ഹെഡ്ലൈൻ മാത്രമായിരിക്കും
ആ വലിയ ബാനർ ഇമേജസുകളും അല്ലെങ്കിൽ വലിയൊരു ലാർജ് സ്പേസിലേക്കോ അങ്ങനെ വലിയ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെയാണ് നമ്മളുടെ ആഡ് അവിടെ സ്പേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോങ് ഹെഡ്ലൈൻ മാത്രമായിരിക്കും മേജറായിട്ട് അവിടെ ഉണ്ടാവുക. സോ നമ്മൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷനും അതുപോലെ ഈ ലോങ് ഹെഡ്ലൈനും ഷോർട്ട് ഹെഡ്ലൈനും ഇമേജുകളും വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഫൈനലി നമുക്ക് അവിടെ മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞുള്ള സെക്ഷൻ ഉണ്ട്. ഈ മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനകത്ത് നമുക്ക് മേജർ ആയിട്ട് കോൾ ടു ആക്ഷൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്ലൈ നൗ ചിലപ്പോൾ ലോഡാൻ സമയം എടുക്കുന്നുണ്ടാവും. അപ്ലൈ നൗ ഞാൻ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൾ ടു ആക്ഷൻ ലോഡാവായിട്ടാണ് കോൾ ടു ആക്ഷൻ അവിടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുള്ള കോൾ ടു ആക്ഷൻസ് നമ്മളുടെ ഈ ബട്ടൺ കൊടുക്കാൻ പറ്റുമെന്നെങ്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചില കേസിലൊക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ ഞാൻ ഒരു കോൾ ടു ആക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇമേജിന്റെ കൂടെ ആ ഒരു ഹെഡ്ലൈനിന്റെയും ഡിസ്ക്രിപ്ഷന്റെയും കൂടെ നമുക്കൊരു കോൾ ടു ആക്ഷൻ കൊടുക്കണം. രജിസ്റ്റർ നൗ അതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആ സെപ്പറേറ്റ് കോൾ ടു ആക്ഷൻസും സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കോൾ ടു ആക്ഷൻസ് ഡൗൺലോഡ് ഉണ്ട്, ലേൺ മോർ ഉണ്ട്, ഇൻസ്റ്റാൾ ഉണ്ട്, വിസിറ്റ് സൈറ്റ് ഉണ്ട്, ബുക്ക് നൗ ഉണ്ട്, അപ്ലൈ നൗ ഉണ്ട്, കോണ്ടാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഏതാണോ നമ്മളെ കോൾ ടു ആക്ഷൻ അത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ജസ്റ്റ് റിവ്യൂ ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ടാവും. നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആഡ് ക്രിയേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ആഡ്സിന്റെ കൂടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇനിയും ഈ സിംഗിൾ ആഡ് ഗ്രൂപ്പ് തന്നെ പുതിയൊരു ആഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ആഡ് അല്ലാണ്ട് ഈ ഒരു ആഡ് ഗ്രൂപ്പിൽ നമ്മൾ ഇന്ന് സെർച്ച് ആഡിന്റെ കേസിൽ പറഞ്ഞ പോലെ ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡുകൾ എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് ഫൈനലി നമ്മൾ കൊടുത്തിട്ടുള്ള ഓക്കെ. സോ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് കൺഫേം ഇറ്റ്സ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി ഉള്ള ആ ഒരു ഫോണിലേക്ക് ഗൂഗിളിന്റെ സെറ്റിംഗ്സിന്റെ അകത്ത് ചിലപ്പോൾ ഒരു നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്ത് ആ ഒരു ഒത്തന്റിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കൺഫേം ഇറ്റ്സ് യു എന്ന് പറഞ്ഞ സാധനം പിന്നെ വരില്ല. ചിലപ്പോൾ നമ്മൾ ഈ പബ്ലിഷ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് പിന്നെയും റിപ്പീറ്റഡ്ലി ഈ ഒത്തന്റിക്കേഷൻ ചോദിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒത്തന്റിക്കേഷൻ വീണ്ടും ചോദിക്കുന്നത്. സോ അപ്പൊ നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ചെയ്തിട്ട് നമ്മൾ ഒത്തന്റിക്കേഷൻ സെറ്റപ്പ് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ ആ ഫോണിൽ നിന്ന് സെറ്റിംഗ്സിന്റെ അകത്ത് പോയിട്ട് ഏത് മെയിലാണോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുള്ള വേറൊരു ഡിവൈസ് ഉള്ളത് ഫോണുള്ളത് ആ ഫോണിന്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒത്തന്റിക്കേഷൻ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നുണ്ടാവില്ല. സോ ഇത് ക്യാൻസൽ അടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും കൺഫേം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. എങ്കിലേ നിങ്ങൾക്ക് ആ ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ. സോ ആഡ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് ടാർഗറ്റിംഗിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടാർഗറ്റിംഗ് എല്ലാം ഒരുമിച്ച് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഒരു ആഡ് ഗ്രൂപ്പിന്റെ അകത്ത് ഒറ്റ ടാർഗറ്റിംഗ് വെച്ചിട്ട് മാത്രം ചെയ്യാം. അതായത് കീവേഡ്സ് വെച്ചിട്ട് മാത്രം ടാർഗറ്റിംഗ് ചെയ്യാൻ പറ്റും, പ്ലേസ്മെന്റ് വെച്ചിട്ട് മാത്രം ടാർഗറ്റിംഗ് ചെയ്യാൻ പറ്റും. ആൻഡ് ബിഡിങ്ങിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ബിഡ് എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം? ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബിഡ് എമൗണ്ട് എത്രയാണോ ആ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. ആൻഡ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അത് ടാർഗറ്റ് ROAS ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ലൈക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട്, എന്തൊക്കെയാണ് അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം. ലീഡ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് കുറച്ചുകൂടി റവന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ROAS യൂസ് ചെയ്യാവുന്നതാണ്. പെർഫോമൻസ് മാക്സ് അതുപോലെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനുള്ളത് ആ റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ റൺ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കുറച്ചുകൂടി ROAS യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇംപ്രഷൻ വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വ്യൂവബിൾ ഇംപ്രഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു വ്യൂവബിൾ CPM എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിഡിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ടാവുക.
ദെൻ കൗണ്ടിലല്ല കാര്യം, നമുക്ക് കുറച്ചുകൂടിയും വാല്യൂഡ് ആയിട്ടുള്ള കൺവേർഷൻസ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മതി എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഗൂഗിളിന് കൺവേർഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിഡിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ മേജർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ ബിഡിങ് സ്ട്രാറ്റജിയും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്, എല്ലാത്തിന്റെയും മീനിങ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. മാക്സിമൈസ് ക്ലിക്സ് ഒന്നും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമൈസ് ക്ലിക്സ് എന്ന് പറഞ്ഞുള്ള ബിഡിങ് സ്ട്രാറ്റജി നമ്മുടെ വെബ്സൈറ്റ് ട്രാഫിക് എന്നുള്ള ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്താൽ മതി, കുറെ ക്ലിക്ക് മതി എന്നുണ്ടെങ്കിൽ ആയിരിക്കും നമ്മൾ ആഡ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് ഈ കേസിലെല്ലാം ഗൂഗിൾ നോക്കുന്നുണ്ടാവുക ഈ യൂസേഴ്സിന്റെ ഒക്കെ പാസ്റ്റ് ബിഹേവിയേഴ്സ്, അതുപോലെ തന്നെ കോൺവെർസേഷൻസ്, ലേറ്റസ്റ്റ് കോൺവെർസേഷൻസ്, അതുപോലെ അവരുടെ ആക്ടിവിറ്റീസ്, അതുപോലെ അവരുടെ ഡെമോഗ്രഫിക്സ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇവരെ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് നമ്മൾ ബിഡിങ് സ്ട്രാറ്റജി കൊടുത്ത സമയത്ത് ആരാണ് ഇതിന് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എല്ലാ ബിഡിങ് സ്ട്രാറ്റജി കൊടുക്കുന്ന സമയത്തും ഒരേ ഓഡിയൻസിനെ ആയിരിക്കില്ല കാണിക്കുന്നുണ്ടാവുക. നമുക്ക് എന്താണോ ആവശ്യം അത് ബിഡിങ് സ്ട്രാറ്റജി ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനായിരിക്കും കൂടുതൽ ഗൂഗിൾ ബിറ്റ് ചെയ്യുന്നുണ്ടാവുക. അവരായിരിക്കും കുറച്ചുകൂടി കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. സോ ബിഡിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഏതൊക്കെ ക്യാമ്പയിൻസിനാണ് ഓരോ ബിഡിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു ഡിസ്പ്ലേ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്നുമില്ല. ചോദിച്ചു. നമ്മളിപ്പോ ഡിസ്പ്ലേ ചെയ്യേണ്ട ആഡ് സൈറ്റ് കണ്ടുപിടിക്കില്ലേ? ആ സൈറ്റുകൾ മാത്രമല്ലാതെ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യില്ലേ? സെലക്ട് ചെയ്തില്ലേ? അങ്ങനെയും ചെയ്താലും കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അത്ര സൈറ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് സൈറ്റുകൾ സെലക്ട് ചെയ്യാൻ അല്ലാണ്ട് ടോപ്പിക്സും അത് മാത്രം കീവേഡ്സ് മതിയൊന്നാണോ? അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആഡ് ഗ്രൂപ്പ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പുതിയൊരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓരോന്നിനെ ഓരോ ആഡ് ഗ്രൂപ്പ് ആക്കിയിട്ട് സെറ്റപ്പ് ചെയ്യാം. ഇനി സൈറ്റ് കൊടുക്കുന്നില്ല, ടോപ്പിക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കീവേഡ്സ് മാത്രമേ കൊടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെയും അത് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളിലേക്ക് കാണിച്ചോളൂ. പിന്നെ ഒന്നുകൂടി, ഈ ടാർഗറ്റ് ROAS ഇല്ലേ, അത് നമ്മൾ പുതിയതായി തുടങ്ങിയ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓൾറെഡി കൺവേർഷൻ ഒക്കെ ഉള്ള ഒരു അക്കൗണ്ടിലല്ലേ അത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെർഫോമൻസ് മാക്സ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓൾറെഡി കൺവേർഷൻ ട്രാക്കിംഗ് ഉള്ള വെബ്സൈറ്റുകളിലായിരിക്കണം നമ്മൾ ROAS വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. അത് ആ ഒരു ബിഡിങ് പഠിച്ചിട്ടായിരിക്കും ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ROAS സ്ട്രാറ്റജി വെച്ചിട്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക, ലീഡ്സ് ജനറേറ്റ് ചെയ്തിരുന്നുണ്ടാവുക, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എസ്പെഷ്യലി പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതായത് നമ്മൾ പ്രോപ്പർ കൺവേർഷൻ ട്രാക്കിംഗ് ഇല്ലാത്തൊരു വെബ്സൈറ്റിൽ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം കൊള്ളാവാനുള്ള സാധ്യത ഉണ്ട്. ആദ്യം ഇപ്പൊ ഒരു ആഡ് തുടങ്ങുകയാണെങ്കിൽ നമ്മള് കൺവേർഷനും മാക്സിമൈസ് ക്ലിക്സ് അതും യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ലീഡ് ജനറേറ്റ് അല്ലെങ്കിൽ ചില കേസസിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു ഫസ്റ്റ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് വെബ്സൈറ്റ് ട്രാഫിക് വെച്ചിട്ട് മാക്സിമൈസ് ക്ലിക്ക് വെച്ചിട്ട് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ലീഡ്സ് വെച്ചിട്ട് മാക്സിമൈസ് കൺവേർഷൻ വെച്ചിട്ട് എന്ത് ചെയ്തു നോക്കാം. ആ രീതിയിൽ ചെയ്തിട്ട് ആഡ് അക്കൗണ്ടിന് ലൈക്ക് നമുക്ക് ആഡ് അക്കൗണ്ടിനെ നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഇതിന് വേണ്ടിയിട്ടുള്ള ആഡ് അക്കൗണ്ട് ആണ്, ഇതിന്റെ അകത്തേക്ക് വരുന്ന ഓഡിയൻസ് ആരാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ലൈക്ക് നമുക്കൊരു അതോറിറ്റി ബിൽഡ് ചെയ്യാന്ന് പറയില്ലേ, ആരാണ് എന്താണെന്നുള്ളത് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്ത് പോകും. ഫസ്റ്റ് തന്നെ കയറി ചേർന്ന് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് മാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോളൂ. നമ്മളിപ്പം സെർച്ച് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോ കൺവേർഷൻ CPA അല്ലേ കൊടുക്കുന്നത്, അതിന് പകരം നമുക്ക് CPC കൊടുക്കുന്നതല്ലേ? അപ്പൊ നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ CPC ആവുമ്പോൾ. CPA നമുക്ക് കൺവേർഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്
നമുക്ക് അറിയണ്ടാവില്ലല്ലോ CPA എത്രയാന്നുള്ളത്. അപ്പൊ നമ്മള് CPC വെച്ച് ചെയ്യുന്നതല്ലേ നല്ലത്? CPC കൊടുക്കാം. CPC കൊടുക്കുന്ന കേസിൽ അവിടെ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടിയും ക്ലിക്സ് അല്ലെങ്കിൽ നമ്മൾ ക്ലിക്കിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ആഡിന് ക്ലിക്ക് കിട്ടുക എന്നുള്ളതിലായിരിക്കും ഗൂഗിൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ ഓഡിയൻസിനായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, കാണിച്ചും കൊടുക്കുന്നുണ്ടാവുക. ഇപ്പം നമ്മള് CPA കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ലൈക്ക് അല്ലെങ്കിൽ മാക്സിമൈസ് കൺവേർഷൻ ക്ലിക്സ് കൂടുതലും കാട്ടും നമുക്ക് എന്ത് വേണം, കുറച്ചുകൂടി ആക്ഷൻ അല്ലെങ്കിൽ കൺവേർഷൻസ് അല്ലേ വേണ്ടത്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഇൻഡസ്ട്രി നമ്മൾ ആദ്യമാണെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ എത്ര വെച്ച് നമുക്കൊരു അറിയണ്ടാവില്ലല്ലോ. സ്റ്റാർട്ടിങ്ങില് ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് CPC സെറ്റപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ CPC വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ, കുഴപ്പമില്ല. പിന്നെ ഗ്രാജുവലി CPA മാറിയാലും മതി. ഓക്കെ സാർ. പിന്നെ സാർ ഇന്നലെ നമ്മുടെ 10% വെച്ച് ബിഡ് എമൗണ്ട് കൂട്ടുന്നത് അത് ഡെയിലി ആണോ അതോ വീക്ക്ലി, അത് എങ്ങനെയാണ്? വീക്ക്ലി. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ആഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഒരു ബിഡിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതേപോലെ തന്നെ ടാർഗറ്റിംഗ്, ഡിഫറെന്റ് ടാർഗറ്റിംഗ് സംഭവങ്ങളാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കൺവേർഷൻസ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ കൺവേർഷൻസിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഈ ഡിസ്പ്ലേ ആഡ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി അവയർനെസ് ബിൽഡ് ചെയ്യാനുള്ള ക്യാമ്പയിൻസിലൊക്കെയാണ്. കുറച്ചുകൂടി നമ്മളെ ആഡ് ആളുകൾ അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി ആളുകൾ കാണുക എന്നുള്ളതിലായിരിക്കും അവയർനെസ്. വീഡിയോ ക്യാമ്പയിൻസിലും നമ്മൾ അതുപോലെ ഡിസ്പ്ലേ ക്യാമ്പയിൻ യൂസ് ചെയ്യുന്നത്. ചില സിറ്റുവേഷനിൽ നമ്മൾ ഡിസ്പ്ലേ ക്യാമ്പയിൻസ് ത്രൂ നല്ല കൺവേർഷൻസ് വരുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് ഡിസ്പ്ലേ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ആ ഒരു ഡിസ്പ്ലേ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണണം. സെഷൻ എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടിട്ട് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണ് അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യണേ. സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ സ്റ്റക്കായി ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കരുത്. അഗെയിൻ ഒന്നുകൂടി വീഡിയോ വാച്ച് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അത് എന്ത് ഡൗട്ട് ആയി കഴിഞ്ഞാലും ക്ലിയർ ചെയ്യാം. അതിലൊരു അല്ലെങ്കിൽ ടെൻഷനോ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ എന്നുള്ള ഒരു തോട്ടോ വേണ്ട. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ബാക്കിയുള്ള ആൾക്കാർക്കും എപ്പോഴെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൺലൈൻ ഡയറക്റ്റ് അക്കൗണ്ട് സർ, ഓ നമ്മൾ നോർമലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കുന്ന സമയത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരൂല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു ടോപ്പിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവും മേജറായിട്ട്. അതായത് പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു കോഴ്സ് കഴിഞ്ഞതാണ്, ഇത്ര ഇതിലെ പറഞ്ഞിട്ടില്ല. അത് ഡിഫറൻസ് അല്ലേ. അവര് ജസ്റ്റ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്
അതില് ഗൂഗിൾ ആഡ്സ് ആ പറഞ്ഞു തരും ഉം. ആഡ്. പക്ഷെ എങ്ങനെ എത്ര വിശദമായിട്ട് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ലൈക് നമ്മളിപ്പോ ഇതിപ്പോ നമ്മള് മെയിൻ ആയിട്ട് ആഡ്സ് ഫോക്കസ് ചെയ്യുന്നതാണല്ലോ. അതിനകത്ത് അവർക്ക് കുറെ എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. കൂടുതലും നമ്മളെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO, അതുപോലെ തന്നെ കോണ്ടന്റ് മാർക്കറ്റിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പം വൈഡ് ആയിട്ട് പോകുന്ന സമയത്ത് ചിലപ്പം എല്ലാം പറഞ്ഞൊന്നും വരില്ല. ഇപ്പം നമ്മൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് ആൻഡ് മെറ്റ ആഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോമിൽ ആഡ്സ് റൺ ചെയ്തിട്ട് ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ആ ഒരു സംഭവം അല്ലേ. അപ്പം കുറച്ചുകൂടിയും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ആഡ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനെ കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുണ്ടാവും. അതായിരിക്കും ഡിഫറൻസ്. അപ്പം ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. yes. വലിയ സക്സസ്ഫുൾ ഒന്നും ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആഡ് അല്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വലിയൊരു രീതിയിലൊന്നും എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയില്ല ഈ ഒരു ആഡ്. കേട്ടോ, ലോങ് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവും കേട്ടോ. കുറച്ചുകൂടി വലുതായിരിക്കും, ഇതുപോലെ ഫുൾ രീതിയിലായിരിക്കും. ആൻഡ് ഷോർട്ട് ഹെഡ്ലൈൻസ് ഇത്രേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു സിംഗിൾ ഡിസ്ക്രിപ്ഷൻ, അതൊരു ടെസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആഡ് ആയിരുന്നു. ഇതുണ്ടോ സജസ്റ്റഡ് ഇമേജസിൽ നമ്മള് ഇപ്പം കറന്റ്ലി വന്നിട്ടുള്ള വീഡിയോസിന്റെ ഇമേജ് വരെ നമുക്ക് അവിടെ കാണിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള അവിടെ ഫൈനൽ URL കൊടുത്തത് ലാൻഡിംഗ് പേജിന് പകരം യൂട്യൂബിന്റെ URL ആയതുകൊണ്ടാണ് യൂട്യൂബിന്റെ അകത്ത് കൊടുത്തിട്ടുള്ള വീഡിയോസിന്റെ തംബ്നെയിൽസ് അല്ലെങ്കിൽ യൂട്യൂബിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് അവിടെ കണ്ടോ വന്ന് കിടക്കുന്നത്. ഫൈനൽ URL കൊടുത്തത് ഇമേജിന് പകരം യൂട്യൂബിന്റെ URL ആയതുകൊണ്ട്, അതായത് ലാൻഡിംഗ് പേജ് കൊടുത്തത് യൂട്യൂബിന്റെ URL ആയതുകൊണ്ട് ആ രീതിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് ക്യാമ്പയിൻ ലെവലിൽ ടാർഗറ്റിംഗ് ഡിഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ടാർഗറ്റിംഗ് ഉണ്ടാവും. സെറ്റിംഗ്സിൽ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കുന്നതായിട്ട് പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷന്റെ കേസിലായിക്കോട്ടെ ടാർഗറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് ഇതേപോലെ തന്നെ ഓഡിയൻസ്, ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്തെന്നുള്ളതും ഡെമോഗ്രഫിക്സ് ഒക്കെ നമുക്ക് സെയിം, ബാക്കിയൊക്കെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് സെയിം കേസിലായിരിക്കും. ഇന്നലെ ഒരു ക്വാളിറ്റി സ്കോറിനെ പറ്റി, എവിടെ ക്വാളിറ്റി സ്കോർ കാണാന്നുള്ള ആരോ ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചിരുന്നോ? യെസ് യെസ്, ആൽവിൻ ആയിരുന്നു തോന്നുന്നല്ലേ. സോ ആൽവിൻ, ആക്ച്വലി ക്വാളിറ്റി സ്കോർ നമ്മള് CDNന്റെ മീൻ ഇപ്പം നമ്മള് സെർച്ച് ക്യാമ്പയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കീവേഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഓരോ കീവേഡിന്റെയും ക്വാളിറ്റി സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓരോ കീവേഡ് സെർച്ച് ചെയ്തിട്ടും വരുന്ന ആ ഒരു ക്വാളിറ്റി സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ കോളംസിൽ പോയിട്ട്, കീവേഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് കോളംസിൽ പോയിട്ട് മോഡിഫൈ കോളംസ് പോവാം. എന്നിട്ട് ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട എക്സ്ട്രാ ആയിട്ടുള്ള എലമെന്റ് ഏതൊക്കെയാണോ അതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് എത്ര CTR അറിയണം, ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ്, അതൊരു കീവേഡ് സെർച്ച് ചെയ്ത് വന്നിട്ട് ലാൻഡിംഗ് പേജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ CTR എത്രയാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കീവേഡിനും. ആളുകൾ ഓരോ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ കീവേഡിന് CTR കൂടുതലുണ്ട്, ഏതൊക്കെ കീവേഡിന് CTR കുറവുണ്ട്, ഏതൊക്കെ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള CTRന്റെ ആ ഒരു സംഭവം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പൊ ക്വാളിറ്റി സ്കോർ നമ്മളിവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ക്വാളിറ്റി സ്കോർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അവിടെ ഡാറ്റയുടെ കൂടെ തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓരോ കീവേഡിന്റെയും ക്വാളിറ്റി സ്കോർ നമുക്ക് അവിടെ കാണാം. ഓരോ കീവേഡ് സെർച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ ആ ഒരു കീവേഡ് സെർച്ച് ചെയ്ത് വന്നിട്ടുള്ള ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ്, ആ കീവേഡൊക്കെ സെർച്ച് ചെയ്ത് വന്നിട്ടുള്ള CTR, ആ കീവേഡിന്റെ ആഡ് റെലവൻസ്, അങ്ങനെ ഡിഫറെന്റ് കീവേഡ്സിന്റെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിനൊക്കെ ക്വാളിറ്റി സ്കോർ വളരെ കുറവാണ്. കാരണം ആ ഒരു കീവേഡ് വെച്ചിട്ട് നമുക്ക് കൺവേർഷൻസ് ഒന്നും കിട്ടിയിട്ടുമില്ല, നമുക്ക് അവിടെ ഫണ്ട് സ്പെൻഡ് ആയിട്ടുണ്ട്. CTR ഒക്കെ വളരെ കുറവാണല്ലേ, CTR ഒക്കെ കുറവാണ്, നമുക്ക് അവിടെ ഫണ്ട് സ്പെൻഡ് ആയിട്ടുണ്ട്, കൺവേർഷൻ കിട്ടിയിട്ടില്ല. കുറച്ചുകൂടിയും 2 കൺവേർഷൻ കിട്ടിയോണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വാളിറ്റി സ്കോറിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 to 10. ആക്ച്വലി അറ്റ്ലീസ്റ്റ് ഓരോ കീവേഡിന്റെയും ക്വാളിറ്റി സ്കോർ എന്നുള്ളത് മനസ്സിലാക്കണേ, ഓരോ കീവേഡ് സെർച്ച് ചെയ്ത് വന്നിട്ടും ഉള്ള ക്വാളിറ്റി സ്കോർ ആണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. ഒരു കീവേഡ് സെർച്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് എത്ര, ഈ കീവേഡിൽ നമുക്ക് എത്ര CTR ഉണ്ട്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കാലിക്കറ്റ് എന്നോ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റർ ഇൻ കേരള എന്നോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞ കീവേഡ് സെർച്ച് ചെയ്തിട്ട് എന്റെ ആഡ് കണ്ടിട്ടുള്ള എത്ര ആളുകൾ എന്റെ ആഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു റേറ്റ് വെച്ചിട്ടാണ് ആ ഒരു കീവേഡിന്റെ CTR നമ്മൾ നോക്കുന്നുണ്ടാവുക. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് എത്ര ആളുകൾ എന്റെ ലാൻഡിംഗ് പേജിൽ കയറിയിട്ട് അത് അല്ലെങ്കിൽ അവർ കൺവേർട്ട് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ്, അതും നമുക്ക് കോളംസിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സെർച്ച് ആഡിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ് എത്രയാണെന്ന്, അപ്പൊ ബിലോ ആവറേജ് എന്നൊക്കെ പറഞ്ഞു കാണുകയാണെങ്കിൽ ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ് കുറവാണ്. അപ്പൊ ലാൻഡിംഗ് പേജിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഈ കീവേഡൊക്കെ സെർച്ച് ചെയ്തിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ വെബ്സൈറ്റിൽ വന്നിട്ടും കൺവേർട്ട് ആവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഈ ബിലോ ആവറേജ് ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസും CTR കുറയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം CTR കൂടിയാലും ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ് കൂടി കഴിഞ്ഞാലും അതേപോലെ തന്നെ നമ്മുടെ ആഡ് റെലവൻസ് കൂടിക്കഴിഞ്ഞാലൊക്കെയാണ് നമ്മളെ ക്വാളിറ്റി സ്കോർ കൂടുന്നുണ്ടാവുക. അപ്പോൾ ഓരോ കീവേഡിലെയും ക്വാളിറ്റി സ്കോർ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ആ കീവേഡിലൊക്കെ ക്വാളിറ്റി സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളുടെ ആ ഒരു കീവേഡ് അല്ലെങ്കിൽ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തതും അതുപോലെ തന്നെ ലാൻഡിംഗ് പേജിനും ഒക്കെ എന്തോ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു കീവേഡിന് വാല്യൂ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ കീവേഡ് പ്രോപ്പർ ആയിട്ടുള്ള നമ്മളുടെ ഓഡിയൻസ് സെർച്ച് ചെയ്ത് വരുന്ന കീവേഡ് ആയിരിക്കില്ല. ആ കീവേഡിനെ ഒഴിവാക്കാനുള്ള വേണമെങ്കിൽ ഒഴിവാക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ചുകൂടിയും ഈ ഒരു കീവേഡിനൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ് ഒക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി ബെറ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നമ്മൾ ആഡ്സിന് കൺവേർഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പം കാലിക്കറ്റിന്റെ ആഡ് അക്കൗണ്ട് ആണിത്. നമ്മൾ വലിയ രീതിയിലൊന്നും കാലിക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്നില്ല, കുറച്ചുകൂടിയും ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈനിലേക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണ് ക്വാളിറ്റി സ്കോർ സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൽവിൻ കിട്ടിയോ? കിട്ടി സാർ. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ക്വാളിറ്റി സ്കോർ ഗ്രാജുവലി കുറയുകയാണെങ്കിൽ വെബ്സൈറ്റ് നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നതും കുറയൂലേ? കാണിക്കുന്നത് കുറയുന്നുണ്ടാവും. ആഡ് റാങ്ക് കുറയില്ലേ, നമ്മൾ ആഡ് റാങ്ക് ഇസ് ഈക്വൽ ടു ക്വാളിറ്റി സ്കോർ ഇൻടു CPC. അതിൽ നമ്മൾ ആ വെബ്സൈറ്റ് ആ ആഡിൽ നമ്മൾ മോഡിഫൈ ചെയ്യുന്നതിൽ നല്ല പുതിയൊരു ആഡ് തുടങ്ങുന്നതാണ് അപ്പം നന്നാവുക. നമ്മള് ഒരു ക്യാമ്പയിന് കുറെ ലീഡ്സ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു ലീഡ്സ് കിട്ടി. എപ്പോഴെങ്കിലും ആ ഒരു ക്യാമ്പയിൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് തീരെ കൺവേർഷൻസും അല്ലെങ്കിൽ നമ്മൾ ആഡ് കാണിക്കുന്നതൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആ ക്യാമ്പയിന്റെ കാലാവധി അവസാനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു, ആ ക്യാമ്പയിന് നമുക്ക് തീരെ ക്വാളിറ്റി സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ആദ്യം നമ്മൾ ആ ക്യാമ്പയിനെ കുറച്ച് ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് കുറച്ചു കാലം വെച്ച് നോക്കുക, ആഡ് റൺ ആവുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ക്യാമ്പയിൻ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാവുള്ളൂ. ആദ്യം ഒപ്റ്റിമൈസേഷൻ ചെയ്യാം. ഓക്കെ, ഒരു ടൈം പീരീഡ് വെച്ചിട്ട് ഒപ്റ്റിമൈസേഷൻ ചെയ്യുക. ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ആ ക്യാമ്പയിന് ചിലപ്പോൾ ഗൂഗിൾ പഠിച്ചു കഴിഞ്ഞല്ലോ, ലേണിംഗ് സ്റ്റേജ് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലേണിംഗ് സ്റ്റേജിലേക്ക് പോയിട്ട് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും.
ആദ്യം ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് നോക്കുക. വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പുതിയ ക്യാമ്പയിനിലേക്ക് പോവാം. പിന്നെ ചില ക്യാമ്പയിൻസിന്റെ കേസിൽ അപ്പം ചില ഡൗട്ട്സ് വരാറുള്ളതും അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ചില ആളുകൾ വരുന്ന സമയത്ത്, ക്ലയന്റ് വരുന്ന സമയത്ത് ഇവര് കുറെ കാലം ഒരു ക്യാമ്പയിൻ കൊണ്ട് തന്നെ ജീവിച്ചു പോകും. അതായത് ഒരു സെർച്ച് ആഡ് റൺ ചെയ്തിട്ട് ഇവർക്ക് നല്ല രീതിയിൽ ലീഡ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈം എത്തുന്ന സമയത്ത് അതിന്റെ കാലാവധി അവസാനിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതായത് ഇവര് ഒപ്റ്റിമൈസേഷൻ ഒക്കെ ചെയ്യും, പക്ഷെ കുറെ കാലം കഴിയുന്ന സമയത്ത് ആ ഒരു ക്യാമ്പയിന്റെ കാലാവധി അവസാനിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം കുറെ ആയി ഈ ക്യാമ്പയിനെ കൊണ്ട്, ഇപ്പൊ വയസ്സായി എന്നൊക്കെ പറയില്ലേ, അപ്പം ചില സമയത്ത് ചെക്കാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതിനെക്കാട്ടും പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. ആദ്യമൊക്കെ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് വിടാം, പിന്നെ പുതിയ ക്യാമ്പയിൻസിലേക്ക് പോകാം. ഓക്കെ, യെസ്. ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വരാൻ എന്തായാലും ഇത് ബേസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വീഡിയോസ് കാണുന്ന ഡൗട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ആദിത്യ, എന്താ അവസ്ഥ? അതെന്താ അവിടെ? കറന്റ്ലി ഒന്നുമില്ല, ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് ഞാൻ പറയാം എന്തെങ്കിലും. അതേപോലെ നീച്ച് സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ സബ് ഡൊമൈൻ ആണ് എന്നുണ്ടെങ്കിൽ ആ സബ് ഡൊമൈൻ വാങ്ങിയിട്ടുള്ള എല്ലാവരും പിന്നെ പെർഫോമൻസ് മാർക്കറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ആഡ്സ് ഓർ മെറ്റ ആഡ്സ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളുടെ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ആ പെർഫോമൻസ് മാർക്കറ്റർ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ സബ് ഡൊമൈൻ ഉള്ളത്. അപ്പം നിങ്ങൾ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ആ നീഷ് സെലക്ട് ചെയ്യുന്നതിൽ ഡൗട്ട് വേണ്ട. നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റർ അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള ലാൻഡിംഗ് പേജ് സെറ്റപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിൽ ഡൗട്ട്സും കാര്യങ്ങളായിരിക്കും വേണ്ടതില്ല കേട്ടോ. സർ, ഒരു ഡൗട്ട്. ഓ, ചോദിച്ചത്. നമ്മള് ഗൂഗിളിൽ ആരും അങ്ങനെ പെർഫോമൻസ് മാർക്കറ്റർ എന്ന് സെർച്ച് ചെയ്യുന്നത് കുറവല്ലേ? കാരണം ക്ലയൻസിന് പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആവില്ലേ കുറച്ചുകൂടെ? നമ്മളത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് കീവേഡ്സ് വെച്ചിട്ടുള്ള സെർച്ച് വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ആഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് വെച്ചിട്ട് സെർച്ച് വരാൻ സാധ്യതയില്ലേ? അങ്ങനത്തെ കീവേഡ്സ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ രീതിയിൽ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അണ്ടറിൽ ഒരു ആഡ് ഗ്രൂപ്പ് ആയിട്ട് ഇത് ആഡ് ചെയ്തോ. അതായത് ക്യാമ്പയിന്റെ അണ്ടറിൽ ആഡ്സിന് വേണ്ടിയിട്ട് മാത്രം ആഡ്സ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആഡ് ഗ്രൂപ്പ് ആക്കിയിട്ട് ചെയ്തോ. അല്ലാന്നുണ്ടെങ്കിൽ സെയിം ക്യാമ്പയിൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ കൊടുത്തിട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സും കൊടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സും കൊടുക്കുക. അങ്ങനെ ചെയ്താലും മതി. യെസ്. സോ ബാക്കി ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാത്തത് നിങ്ങൾ ക്യാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ സാധാരണ സെഷൻ എടുക്കുന്ന പിന്നെ നോൺ ലിസ്റ്റൻ ആയിക്കോട്ടെ ജസ്റ്റ് ഒരു Q&A സെഷൻ വെക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ജസ്റ്റ് ഒരു റാപ്പിഡ്ലി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. എന്തായാലും നമുക്ക് നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും, അല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം അല്ലെങ്കിൽ കാണിച്ചു തരാം. ഒന്ന് കുറച്ച് നിങ്ങൾക്ക് ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, അതാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവരാം. ഓക്കെ ഓക്കെ ഓക്കെ. ആദിത്യ, ഗൂഗിൾ ആഡ്സിലെ നമ്മുടെ മെറ്റയിലുള്ള പോലെ തന്നെ ക്യാമ്പയിൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാമ്പയിൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള വേറൊരു എക്സ്ട്രാ ടൂൾ ഉണ്ട്, ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങൾക്ക്.
ക്യാമ്പയിൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ട്രയൽ ക്യാമ്പയിൻ അങ്ങനെ എന്തോ ഇതില്ലേ? പുതിയൊരു അതായത് ക്യാമ്പയിൻ എന്ത് ചെയ്യാം, നമുക്ക് സെയിം ക്യാമ്പയിന്റെ തന്നെ പുതിയൊരു വേർഷൻ ആക്കിയിട്ട് ഒരു ടൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ള ക്യാമ്പയിൻ തന്നെ നമ്മൾ പുതിയ ക്യാമ്പയിൻ നോക്കി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല. എന്തോ ട്രയൽ എന്ന് പറഞ്ഞ എന്തോ ഓപ്ഷൻ ഉണ്ടോ? അതായത് ഇപ്പം ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ തന്നെ ഒന്നുകൂടെ ഇപ്പൊ പേജ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരുന്നത് പോലെ ഈ ഒരു ക്യാമ്പയിൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല ചോദിച്ചത്. അതെ അതെ അതെ. അത് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ആഡ്സിന്റെ അകത്തുനിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ടൂൾ ഉണ്ട്, അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഞാൻ ടൂൾ പറഞ്ഞുതരാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. സോ ഡിസ്പ്ലേ ആഡിന്റെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളിലേക്ക് ഞാൻ എന്തായാലും വരാം. ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയാത്തത് നിങ്ങൾക്ക് കത്തിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ്. പതുക്കെ നമുക്ക് എന്തായാലും പഠിച്ചെടുക്കാം. ഓക്കെ. നേരത്തെ ആരായിരുന്നു ലൈക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ? ആരെ ഞാൻ കണ്ടില്ല. ദീപ്തിയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഞാൻ പറഞ്ഞേ ഒരു വൈഡായിട്ട് പോകുന്നതിനെ കൊണ്ടുള്ള പ്രശ്നമാണ്. അത് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കണം. 6 months കോഴ്സ് ആയിരുന്നു. അപ്പൊ 3 month ഇന്റേൺഷിപ്പ്, 3 month ക്ലാസ്. അപ്പൊ അങ്ങനെ അതിൽ പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. SEO, ഗൂഗിൾ ആഡ്സ്, മെറ്റാഡ്സ്, ക്യാൻവ ഡിസൈൻ ചെയ്യാൻ, അങ്ങനെ എല്ലാം. ഇതൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ഉണ്ടായിരുന്നോ? മീൻസ് അല്ല, ക്യാൻവ യൂസ് ചെയ്ത് മാത്രം. ഇപ്പൊ നമ്മള് മെറ്റാഡ്സ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പോസ്റ്ററും ക്രിയേറ്റ് ചെയ്യണം എന്ന് അവർ പറയുകയാണെങ്കിൽ പക്ഷെ സിമ്പിൾ ആയി ക്യാൻവ യൂസ് ചെയ്യും. ഓക്കെ 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 ഓക്കെ. ഗൂഗിൾ ആഡ്സിന് അത് സെർച്ച് ആഡ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ? സെർച്ച് ആഡ് ആയിരുന്നോ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ. എനിക്ക് അത് അങ്ങനെ ഇത്രയൊന്നും ഓർമ്മയില്ല. അതിൽ ഞാൻ പഠിച്ചത് അങ്ങനെയൊന്നും. മെറ്റയും SEOയും ഞാൻ ചെയ്യണ കൊണ്ടും ആയിരിക്കാം. കറന്റ്ലി SEO ചെയ്യുന്നുണ്ടല്ലേ മറ്റേ? ഓക്കെ ഓക്കെ. ലൈക്ക് മറ്റേ SEOനെക്കാട്ടും കുറച്ചുകൂടി കോമ്പിനേഷൻ SEOയും ഗൂഗിൾ ആഡ്സും അല്ലേ? അല്ല, ഞാൻ SEOയിലാണ് തുടങ്ങി. SEO ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ എനിക്ക് കിട്ടിയ ജോബ് SEO അനലിസ്റ്റ് ആയിട്ടാ. അപ്പൊ അങ്ങനെ കയറി. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് മെറ്റാഡ്സും ചെയ്തു. അങ്ങനെ. അപ്പൊ കറന്റ്ലി SEO അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ആൻഡ് ഫ്രീലാൻസ് ആയിട്ട് മെറ്റീരിയൽ കുറെ ആയോ ലൈക്ക് SEOയിൽ കയറിയിട്ട്? 1 year ഒക്കെ കഴിഞ്ഞു. ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പം? ഞാൻ growth.cx പറഞ്ഞു. ലൊക്കേഷൻ ഇല്ല, വർക്ക് ഫ്രം ഹോം ആണ്. അവര് ഫുള്ളി റിമോട്ടാണ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ. സോ വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും ആൻഡ് നമ്മുടെ പുതിയൊരു ആക്ടിവിറ്റി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ഒരു ഫ്ലോയിൽ തന്നെ പോകണം. ഞാൻ പിന്നെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് വരണ്ട. കാരണം നിങ്ങൾ അങ്ങനെ കുട്ടികളെ പോലെ അടിച്ചു പിടിപ്പിക്കേണ്ട ആൾക്കാരൊന്നുമല്ലല്ലോ. സോ നിങ്ങൾ ചെയ്യുന്നില്ല എനിക്കറിയാം. സോ വേറെ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് ഡീപ്പായിട്ട് പഠിച്ചു പോവാം. ഓക്കെ. സോ താങ്ക് യു ഗൈസ്. ഇന്ന് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് നാളത്തെ സെഷനിൽ കാണാം. അപ്പം താങ്ക് യു. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഓക്കെ സാർ. താങ്ക് യു. ഓക്കെ. താങ്ക് യു. ബൈ. താങ്ക് യു സർ. Thank you, sir.